ഹായ് ഓൾ. സോ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഷാദി ബഷീറാണ്. ഷാദി നമ്മുടെ സൈലത്തിൻ്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് കോഴിക്കോട് എത്തിയതാണ് ഫാമിലിയുമായി. സോ നമുക്ക് ഷാദിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഷാദി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഷാദി ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ഏറ്റവും ഡ്രീം സ്കോറായിട്ടുള്ള 700 ക്രോസ് ചെയ്തൊരു സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് തോന്നുന്നു നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അല്ലേ എന്തായാലും പഠിക്കണം എന്ന് കഴിഞ്ഞ കൊല്ലം ത്രൂ ഔട്ട് പറഞ്ഞ ആ കോളേജിൽ തന്നെ ഇപ്രാവശ്യം നീ ജോയിൻ ചെയ്യാൻ പോവാണ്. എന്താണ് ഒരു ഫീലിംഗ്? കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയവും ഇപ്പം ഈ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീലിംഗ് എന്താണ്? ഞാൻ എൻട്രൻസിന് തുടങ്ങിയപ്പോൾ തന്നെ ആഗ്രഹിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന ഡ്രീം ഫസ്റ്റ് മുതലുള്ള. കാരണം എൻ്റെ വീടും കോഴിക്കോടാണ്, ഡെയിലി പോയി വരാം. ബ്രദറും കോഴിക്കോട് ഫൈനൽ ഇയർ ആണ്. അപ്പോൾ കോഴിക്കോട് കിട്ടാനുള്ള മാർക്കിന് വേണ്ടി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പഠിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ജസ്റ്റിന് അത് പോവുകയും ചെയ്ത്. പിന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യണോ, എല്ലാവരും പറഞ്ഞ് കയറിക്കോ, ഇത് കുറേ ആൾക്കാർ കിട്ടൂല എന്ന് പറഞ്ഞാണ് പുറത്തു പോലാണ് കുറേ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ കയറി കിട്ടാനാണ് എല്ലാവരും ഇതാക്കുക. കാരണം MBBS അത്ര ഇതാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ഇരിക്കലായിരുന്നു കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇതേ സമയത്ത്. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു 600+ മാർക്ക് ഷാദിക്ക് ഉണ്ടായിരുന്നു. 600+ മാർക്ക്. പക്ഷേ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടെന്നുള്ള ആഗ്രഹത്തിലേക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു സൈലത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്നത്. ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു കേറിക്കോ, അതൊക്കെ നല്ലത്, പിന്നെ ചില റിസ്ക് എടുക്കേണ്ട രീതിയിൽ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോഴാണ് അപ്പോൾ സൈലത്തിൽ നിന്ന് കോള് വന്നത്, ഇങ്ങനൊരു മാർക്കുള്ള കൊണ്ട് സൈലം വിളിക്കുന്നു. അന്ന് രാവിലെ വരാൻ പറഞ്ഞു, അനിതു സാറായിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്നേരം NS മാമും ആദില മിസ്സും അതിന് ശ്രീശാന്ത് പറഞ്ഞൊരു സാറും ഉണ്ടായിരുന്നു. സാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ തന്നൊരു ബൂസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഉണ്ട്, അതൊരു വേറെ തന്നെ ആയിരുന്നു. ത്രൂ ഔട്ട് ആയിട്ട് അനു സാർ ആയിക്കോട്ടെ, LN സാർ ആയിക്കോട്ടെ അല്ലേ, എല്ലാവരും ഒരു സപ്പോർട്ട് തന്നിരുന്നു അല്ലേ? LN സാറ്, ഞാനും ഇവിടെ വന്ന ദിവസം മുതൽ നീറ്റ് എക്സാം പോകുന്നവരെ LN സാർ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം LN എപ്പോഴും പറയാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ആ ഡയലോഗൊക്കെ എപ്പോഴും LN പറയാറുണ്ട്. എന്തായാലും ആ ഡയലോഗൊക്കെ ശരിക്കും സത്യമായി മാറി അല്ലേ? എന്തായാലും ഇപ്പോൾ നീറ്റ് ഇപ്രാവശ്യം ഒരുപാട് പേര് എഴുതുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വീണ്ടും ഇപ്പോൾ നമ്മൾ അന്ന് ആഗ്രഹിച്ച പോലെ ആ ഒരു വൈറ്റ് കോട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഡ്രീം ആയിട്ടുള്ള കോളേജ് സ്റ്റെത്തിന് വേണ്ടിയിട്ട്, ഡ്രീം ക്യാമ്പസിലേക്ക് എത്താൻ വേണ്ടി അവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഹെൽപ്ഫുൾ ആവുന്ന, നിന്നിൽ നിന്ന് അവർക്ക് ഇൻസ്പയർഡ് ആവാൻ പറ്റിയ നിൻ്റെ മെത്തേഡ്, ടൈമിങ് അല്ലേ, എൻ്റെ ഒരു പ്ലാന്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എങ്ങനെയായിരുന്നു നീ പഠിച്ചതൊക്കെ? ഇനീഷ്യലി ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ട്, ഞാൻ ഇതിൽ ഇരിക്കുന്നു ഉണ്ടെങ്കിൽ മാത്രം ഇതിന് വന്നാൽ മതി. ബിലീവ് ഇൻ യുവർ സെൽഫ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിലും നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പിന്നെ നിങ്ങൾ വരുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്, ഇപ്പോൾ സൈലത്തിലായാലും അവിടുത്തെ ട്രസ്റ്റ് ദ പ്രോസസ്, ആ പ്രോസസ്സിനെ ഫുള്ള് വിശ്വസിച്ചിരിക്കണം ആദ്യം മുതൽ അവസാനം വരെ തന്നെ. ഒരു ഇതിപ്പോൾ ഇത് ചെയ്താൽ കിട്ടുമോ, മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റേ ചെയ്യുന്നല്ലോ, അപ്പോൾ ഞാനിത് കമ്പയർ ചെയ്യുക, അത് നമ്മളത് വിശ്വസിക്കാം, പ്രോസസ്സിനെ വിശ്വസിക്കാം. ട്രസ്റ്റ് ദ പ്രോസസ്, അത് മാത്രം. നമ്മളെ ക്ലാസ്സിൽ സാറുമാരും അതെന്നാന്ന് പറയില്ല, ട്രസ്റ്റ് ദ പ്രോസസ്. അതാണ് ഇപ്പോൾ കാണുന്നത്, ഇവിടെയുള്ള കുറേ റിസൾട്ട് കാണുന്നത്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ഡേ 1 മുതൽ അറ്റ് ദ ഡേ ഓഫ് നീറ്റ് എക്സാം വരെ, ഞാൻ നീറ്റ് എക്സാമിൽ വരെ വായിച്ചിരുന്നു. കാരണം അതിൽ നിന്ന് വരെ എനിക്ക് 2 ക്വസ്റ്റ്യൻ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാൻ പറ്റി. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മൾ എന്താണോ ആദ്യ ദിനം ചെയ്യുന്നത് അത് അവസാനത്തെ ദിവസം ചെയ്താൽ മതി. അല്ലാതെ വളരെ ഇന്റൻസീവ് ആയിട്ട് പോയി നിലത്ത് വെക്കേണ്ട കാര്യമില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പോകാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് നീറ്റ് എക്സാം ഞാൻ +2 കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച് കാട് കയറിയൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ലിമിറ്റ് ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറുമാർ വാണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഫസ്റ്റ് വന്ന മാസമൊക്കെ അല്ലെ, ഇനി കുറച്ച് ഫിസിക്സ് ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ട്. പിന്നാണ് എനിക്ക് ഇവിടുത്തെ DPP ആണത്. അപ്പോൾ DPP കണ്ടാൽ എനിക്ക് സ്ട്രക്ചർ മനസ്സിലായി, എങ്ങനെയാണ് ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം സീരീസ് നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ അതിൽ വരുന്നുണ്ട്, എല്ലാ മോഡലും ആയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെ പഠിക്കേണ്ടതെന്നു. അങ്ങനെ പിന്നെ സൈലത്തിന് മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി. അപ്പോൾ പഠിച്ച് തന്നെ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് DPPയും NCERTയും നമ്മുടെ തന്ന മെറ്റീരിയൽസും വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തത്. അത് ത്രൂ ഔട്ട് ആയിട്ട് ലാസ്റ്റ് ഡേ വരെ ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയത്ത് ടൈമിംഗ് ഒക്കെ രാവിലെ ആണോ ഈവനിങ് ആണോ പഠിക്കാറ്? ടൈമിംഗ് വെച്ചാൽ ഞാൻ എൻ്റെ സംഭവിച്ചത് രാവിലെ തിരി എണീക്കില്ല. പക്ഷെ ഇനീഷ്യൽ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു ഹോസ്റ്റലിലേക്ക്. അവന് ഒരു പകുതി തരാൻ അവന് വേറെ നിർത്തിയേക്കാൻ പോകും. അപ്പോൾ അവനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ 4 മണി മുന്നേ വിളിക്കൂ. കാരണം എനിക്ക് ടഫ് സബ്ജക്ട് ഫിസിക്സ് ആണ്. നീറ്റ് എക്സാമിന് പോയത് ഫിസിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഫിസിക്സിലാണ് പോയത്. അപ്പോൾ ഞാൻ ടഫ് സബ്ജക്റ്റ് പുലർച്ചെ പഠിക്കാറ്. 4 മണി മുതൽ ഒരു 9 മണി വരെ പഠിക്കും. എന്നിട്ട് അതിനുശേഷമാണ് കെമിസ്ട്രി മോഡറേറ്റ് ഈസി സബ്ജക്റ്റായി ബയോളജി ഞാൻ പിന്നെ പഠിക്കുക ഉച്ച സമയത്ത്. കാരണം ഉച്ച സമയത്ത് നമുക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങി പോകുന്നതിന് പകരം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നോർമലി എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഷാദിൻ്റെ. കാരണം എന്താ വെച്ചാൽ
ഇപ്പോൾ നോർമലി ഇപ്പം തൊട്ട് മുന്നേ സംസാരിച്ച ആൾക്കാരൊക്കെ അവരൊക്കെ ഉച്ച സമയത്ത് പ്രോബ്ലംസിന് കോൺസെൻട്രേറ്റ് ചെയ്തു, രാവിലെ നേരത്തെ അനുസരിച്ച് ബയോളജി, ഓരോരുത്തർക്കും ഓരോ ഡിഫറൻ്റ് ആണ്. ഇനി എന്തായാലും എൻ്റെ പ്രോസസ്സ് എന്തായാലും 100% സക്സസ് ആണ്. കാരണം നീ 700 പുറത്ത് സ്കോർ വാങ്ങിയിട്ടാണ് നിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 100% ഓക്കെയാണ്. എന്നിട്ട് ബാക്കി നൈറ്റൊക്കെ എന്താണ്? പിന്നെ നൈറ്റ് കെമിസ്ട്രിയും പഠിക്കും. അങ്ങനെ ആകുമ്പം ആ ഡേസ് തലേന്നുള്ളടത്തും എല്ലാം പഠിച്ചു കഴിഞ്ഞ് പിന്നെ റിവൈസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നു ഷാദിയെ സംബന്ധിച്ചോളം ഫിസിക്സ് ഒരു ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണെങ്കിൽ പോലും അപ്പം നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ, സൈലത്തിലെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എല്ലാ സമയവും എവിടെ നമ്മൾ പോകുകയാണെങ്കിലും നമ്മൾ സൈലത്തിനെ പറ്റി സംസാരിക്കും, നമ്മൾ കുട്ടികളെ പറ്റി സംസാരിക്കും. അപ്പോൾ ഷാദിയെ പറ്റിയും നദീമിനെ പറ്റിയിട്ടും മിർഷാദിനെ പറ്റിയിട്ടും നമ്മൾ എല്ലാ കുട്ടികളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി എന്താക്കാറുണ്ട്, ഡിസ്കഷനിൽ വരുന്ന സമയത്ത് ഇനി ഫിസിക്സിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഫിസിക്സ് ഇപ്പം എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുട്ടികൾക്കും, സൈലത്തിലെ മെജോറിറ്റി കുട്ടികൾക്കും, നോർമലി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മെജോറിറ്റി കുട്ടികൾക്കും ഫിസിക്സ് എന്തോ ഒരു പേടി സ്വപ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് നീ എങ്ങനെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തത്? ക്വസ്റ്റ്യനിലൂടെ മെയിൻലി പറയാ, ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ ഞാൻ പോയിരുന്നത്. ഞാൻ പിന്നെ ഏകദേശം ജനുവരി 1 മുതൽ എൻ്റെ പ്ലാൻ ഫുള്ളി ഞാൻ മാറ്റിയിരുന്നു. കാരണം പ്ലാൻ ഒരിക്കലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. കാരണം എപ്പോഴും ത്രൂ ഔട്ട് 1 ഇയർ ഒരു പ്ലാൻ ഒരിക്കലും സക്സസ് ആവില്ല. നമ്മളെ ജീവിതശൈലി പിന്നെ ആ സമയത്തുള്ള നമുക്ക് സ്വന്തം ഡിസീസൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ പ്ലാനും മുതൽ ചെയ്തിരിക്കണം. അങ്ങനെ ജനുവരി 1 മുതൽ എൻ്റെ അടുത്തുള്ള എന്താ വെച്ചാൽ ഏകദേശം ഏപ്രിൽ വരെ 2 to 5 കൃത്യമായിട്ട് നീറ്റ് എക്സാം എഴുതുക. ഫുൾ മോക്ക് ടെസ്റ്റ്, ഇവൻ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ പോലും. കാരണം ഫുൾ മോക്ക് ടെസ്റ്റ് വലിയൊരു ഉപകാരം. കാരണം ഇപ്പോൾ ഫിസിക്സിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻ ചെയ്ത് വിചാരിച്ചോ, പിന്നെ നമുക്ക് മെക്കാനിക്സിന് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ മെക്കാനിക്സും ചെയ്യാൻ പറ്റണം. അങ്ങനെയെങ്കിലും നീറ്റ് ആസ്പിരന്റ് നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ ഒരു ഓർഗാനിക് കെമിസ്ട്രി മാത്രം എടുക്കുന്ന സമയത്ത് ഫിസിക്കലിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്റ്റക്ക് ആവുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ത്രൂ ഔട്ട് മുഴുവൻ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ അതിൽ ഫിസിക്കൽ കെമിസ്ട്രി വരും, ഇനോർഗാനിക് കെമിസ്ട്രി വരും അല്ലെ, ഓർഗാനിക് വരും, ഫിസിക്സിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെക്കാനിക്സ് വരും, ഇലക്ട്രോസ്റ്റാ, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും. അത് നല്ലൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എല്ലാവരും പറയാൻ പറ്റുന്നൊരു പോയിന്റ് ആണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആയിട്ട് മുഴുവൻ ചാപ്റ്ററിലൂടെ ഓടിക്കളിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. ഏകദേശം നീ 15-16 മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? സൈലത്ത് നിന്ന് ഏകദേശം LMRPയും അതേപോലെ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റും കൂടുതൽ ഏകദേശം 30 എക്സാമിൻ്റെ അടുത്ത് വന്നിട്ട്. അതേപോലെ തന്നെ സൈലത്തെ സാറുമാർ എനിക്ക് കുറേ റെഫർ ചെയ്തുന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്സ് ഉണ്ട്. അതൊക്കെ എഴുതിയിട്ട് ഏകദേശം 60, അത് മാത്രം 65 മോക്ക് ടെസ്റ്റ് ഞാൻ ഫുൾ മോക്ക് ടെസ്റ്റ് എഴുതി 65 മോക്ക് ടെസ്റ്റ് എഴുതി 2 to 5 ടൈം. പിന്നെ ഏകദേശം അവസാനം ഏപ്രിൽ മാസത്തിൽ ഞാൻ 3 മോക്ക് ടെസ്റ്റ് വരെ ഡെയിലി എഴുതിയൊരു സമയം ഉണ്ടായിരുന്നു. കാരണം രാവിലെ എണീക്കു, എക്സാം ചെയ്തു, അതിന് ആൻസർക്ക് പോകും. പിന്നെ ഉച്ചക്ക് എക്സാം ചെയ്തു. ആ സമയത്തൊക്കെ മാർക്കൊക്കെ ഏകദേശം മാർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ സ്വയമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തതിലൊക്കെ 600, 650 ഇടയിലാണ് വരുന്നുള്ളൂ മാർക്ക്. കാരണം സ്വയമായിട്ട് എക്സാം ചെയ്തിട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാദി, നമുക്ക് നീ പറഞ്ഞതിൽ തിരിച്ചു വരാം. അപ്പോൾ നീ റിസൾട്ടാണോ അനലൈസ് ചെയ്യാറ്, അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ആ മിസ്റ്റേക്ക് ആണോ അനലൈസ് ചെയ്യുക? ഏതാണ് നല്ലത് ശരിക്കും? ഞാൻ പറയാം, ഒരിക്കലും ഒരു എക്സാം ചിലപ്പോൾ എനിക്ക് 715 കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അടുത്ത എക്സാം ചിലപ്പോൾ എനിക്ക് 650 കിട്ടിയിട്ടുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡറേറ്റ് വ്യത്യാസം ഉണ്ട്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ചില ഭാഗങ്ങൾ ഈസി ആയിരിക്കും, ചില ടഫ് ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ വർക്ക് റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നമുക്ക് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ് അൾട്ടിമേറ്റ് റിസൾട്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നമുക്ക് കുറേ എക്സാം നമ്മൾ ചെയ്തല്ലോ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അധികം തലവേദന കൊടുക്കേണ്ടതാണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്നും നോക്കാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാർക്ക് ഫസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് പിന്നെ കൂടി വരും. കാരണം ഡിസംബർ ഒക്കെ സമയത്ത് എൻ്റെ മാർക്ക് വൻ താഴെയായിരുന്നു. കാരണം ഇനി എത്ര ആൾക്കാരെ വിളിച്ച് ചോദിക്കുകയും ചെയ്ത് പണിയായോ, മാർക്ക് താഴോട്ട് ഷിബിൻ്റെ ഒക്കെ മാർക്ക് താഴോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും ഇപ്പോൾ 700 പുറത്തേക്ക് എത്തി. ഞാൻ കുറെ ഒക്കെ ചോദിച്ചു, ഇനി റിപ്പീറ്റ് ചെയ്ത് ചതിയായോ, കാരണം മാർക്ക് കുറഞ്ഞല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 600 കിട്ടിയ ഒരാളെ സംബന്ധിച്ചോളം കുറച്ചുകൂടി റിസ്ക് ഉണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്ക് നിങ്ങൾ നോക്കണ്ട, ഞാൻ കൺസിസ്റ്റന്റ് എൻ്റെ ഒരു പാത ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, അതിലെന്തായാലും ഒരു അൾട്ടിമേറ്റ് സ്കോർ എത്തിയിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം ഇവിടെ എത്തിച്ചു. കാരണം സ്കോർ എപ്പോഴും നിങ്ങൾ സ്കോറിന് അധികം പവർ കൊടുക്കണ്ട, നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, ബാക്കിയൊക്കെ പഠിച്ചോണ്ട് ടൈമല്ല. അതെ, പിന്നെ GIBയിലൊക്കെ ഫസ്റ്റ് GIBയിലൊന്നും അങ്ങനെ ഒരു ഇതായിട്ടില്ലെങ്കിലും പിന്നെ അവസാനത്തേക്ക് GIBകളിലൊക്കെ ഷാദിയുടെ സ്കോർ മേലോട്ട് വരാൻ തുടങ്ങി. ഇടയ്ക്ക് താഴോട്ട് പോകാറുണ്ട്, പിന്നെ മുകളിലോട്ട് വന്നു. എന്തായാലും എൻഡിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്ലാന് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രൂഫും കൂടിയാണ് നമ്മുടെ റിസൾട്ട് അല്ലേ. അപ്പോൾ എൻഡായിട്ട് ഇപ്പം എന്തൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും എൻഡിൽ നമ്മുടെ റിസൾട്ട് ആണല്ലോ, നമ്മുടെ പ്ലാൻ എത്രത്തോളം എഫക്റ്റീവാന്ന് പറഞ്ഞിരുന്നു. 100% ഷാദിയുടെ പ്ലാൻ എഫക്റ്റീവ് ആണെന്നുള്ള അത് യാതൊരു സംശയമില്ല. പിന്നെ റിസൾട്ട് എനിക്ക് തോന്നുന്നു മാർക്ക് ഇനി അന്ന് തന്നെ നോക്കിയിട്ട് അന്നൊരു ഈവനിങ്ങോട് കൂടി എൻ്റെ മാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും നീ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു വീട്ടിലുള്ളൊരു? എല്ലാവരും ഹാപ്പിയാണ്. കാരണം
രണ്ടാളും MBBS ഇവിടെ കോഴിക്കോട് പഠിക്കുകയാണ്, ഡെയിലി തൊട്ടടുത്ത് വേണം ഡെയിലി പോയി വരികയും ചെയ്യാം. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി, സംബന്ധിച്ചോളം ഹാപ്പിയാണ്. കാരണം 3 മക്കളാണ്, അപ്പൊ 3 ഇപ്പൊ ഒരു നല്ല ലെവലെത്തിയല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ പാരന്റ്സിനെ സംബന്ധിച്ചോളം നമ്മളൊരു പൊസിഷനിൽ എത്തുന്നവരാ, അതാണ് അവരുടെ ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ അവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷനിലൊക്കെ ശരിക്കും അവർ ശരിക്കും ഹാപ്പി ആയിരിക്കും അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റെത്തും ഒരു വൈറ്റ് കോട്ടൊക്കെ വാങ്ങുന്നത് അവർ ശരിക്കും അവരുടെ ഡ്രീം ആയിരിക്കും അത് അല്ലേ? അപ്പോൾ അത് എന്താ പറയുക, അത് ഇനി ഓൾറെഡി അതിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത് വളരെയധികം സന്തോഷം. എക്സാമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ അല്ലേ, അവിടെ ആ ഒരു ഡെക്കറും കാര്യങ്ങളൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ ഒരിക്കൽ എന്തായാലും നമുക്ക് ചങ്ങായിമാരുണ്ടാവും, ഗാങ്സ് ഉണ്ടാവും, അങ്ങനെ കുറെ എല്ലാ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അതിനൊന്നും പറയാം. അതൊരു പഠന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ? ഹോസ്റ്റലിൽ ചാടുക, അതേപോലെ തന്നെ സ്വാഭാവിക എല്ലാ ഹോസ്റ്റലും ഉണ്ടാവും. പിന്നെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വാർഡനും ചേച്ചിയും മെൻഡറൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളൊന്ന് പഠിത്തം കൂടി എത്തുക. അപ്പൊ അവരെ അവരുടെ ഒരു മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് മെന്റേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ജിതേച്ചിനെ എടുത്ത് പറയുന്നത്, നീലിമ, അതേപോലെ തന്നെ ബിനുവേട്ടന്, അങ്ങനെ ഓരോ മെന്റർമാരും ഉണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു നിൽക്കുക. അതേപോലെ തന്നെ വാർഡനായാലും ചേച്ചിയായാലും എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു, ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. പക്ഷേ നമുക്ക് ഞാൻ സൈഡിൽ നിന്ന് എനിക്ക് ഏറ്റവും കിട്ടിയ അനുഭവം അറിയോ, നമ്മൾ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി നമുക്ക് റിഗ്രറ്റ് അടിക്കില്ല, പക്ഷെ അത് എനിക്ക് സൈഡിൽ നിന്ന് തിരിച്ചടിച്ചില്ല. ഇവിടെ വന്ന് അവസാനം വരെ എപ്പോഴും സൈലത്തിലേക്ക് ഒരു കോൺഫിഡൻസാണ്, പ്രത്യേക സന്തോഷം. അല്ല, നമുക്ക് ഇനി വരുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ പറയാ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇവിടെ തന്നെ സൈലത്തിൽ തന്നെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പം ഇനിയും ത്രൂ ഔട്ട് ആയിട്ട് ഉറപ്പായിട്ടും സൈലം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം അതായത് മെയിൻ കോഴിക്കോട് കയറിയാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാമല്ലോ. 100% നമ്മളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും, അതിലൊന്നും ഒരു സംശയമില്ല. ഇപ്പം ഒരുപാട് എക്സാമുകൾ ഇനി എഴുതി എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എക്സാം നീറ്റ് എക്സാം ആണല്ലോ. നീറ്റിൻ്റെ അന്ന് ഒരു കുട്ടി എക്സാമിനെ സംബന്ധിച്ചോളം എന്തൊക്കെയായിരിക്കും ശരിക്കും അന്നും തരുന്നൊരു ഫീലിംഗ് നീറ്റ് എക്സാമിൻ്റെ അന്ന്? എനിക്ക് നീറ്റ് എക്സാം സാധാ പോലെ ഇങ്ങനെ കയറി കഴിഞ്ഞ് അവിടെ എത്തി, അവിടെ ബെഞ്ചിൽ നമ്മൾ ഇരിക്കുമല്ലോ, അവിടെ വരെ എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ അവിടെ എക്സാം എഴുതാൻ പോയത് അല്ലല്ല, വാപ്പയും ഉമ്മയൊക്കെ എല്ലാവരും അവര് നമ്മൾ എൻഗേജ്ഡ് ആണ്. കാരണം ഈ ചെക്ക് ചെയ്യുക, ഈ റോൾ നമ്പർ നോക്കുക, അവിടെ പിന്നെ ഒരു 30 minutes അതാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ കൺട്രോൾ പോയത്. അവിടെ ഞാൻ ചിന്തിച്ച് കൂട്ടി, സാറുമാർ എന്ത് വിചാരിക്കും, ഇതെന്ത് വിചാരിക്കും, അങ്ങനെ ഞാൻ ഫുൾ പ്രഷറൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫുൾ പാളിപ്പോയത്. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ഇവിടെ GIB ആണ്. കാരണം GIB ഒറിജിനൽ നീറ്റ് എക്സാം നടത്തുന്ന പോലെയാണ് നടത്തിയത്. കാരണം ആദ്യം നമ്മൾ ഒരു 120 നമ്മളൊക്കെ ക്ലാസ് റൂമിൽ കയറും, പിന്നെ 1:30 to 2 വരെ നമ്മൾ നീറ്റ് എക്സാം പോലെ എല്ലാ കുട്ടികളും ബെഞ്ചിൽ ഇരിക്കും, ഇങ്ങനെ മെൻറ്റർമാർ അവിടെ ഇരിക്കും, ഫുള്ളൊരു അതിൻ്റെ ആംബിയൻസാണ്. അപ്പം ഞാൻ ഒരു 15-16 GIB നമുക്ക് എല്ലാം എഴുതിയിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ ഞാൻ എന്താക്കി, ഇത് എനിക്ക് ആദ്യം ടാർഗറ്റ് ഇവിടെ വന്നു പറഞ്ഞെങ്കിൽ മെയിൻ അതേനു ടാർഗറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഓർക്കം ചെയ്ത് ഞാൻ അന്നേരം വേറെ എന്തൊക്കെ ചിന്തിക്കേണ്ട ഒക്കെ അടയാളം വെച്ച്, അത് പിന്നെ എനിക്ക് നീറ്റ് എക്സാമിൽ എത്തിയാലോ ഒരു ഇതില്ലാണ്ട് 1000 മണിക്കൂർ പോയതുപോലെ എനിക്ക് ഓർമ്മയില്ല. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം കുറച്ചും കൂടി ബയോളജി എനിക്ക് തോന്നുന്നു നമ്മളെ LMRPയിലൊക്കെ ഈ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ, അസേഷൻ റീസൺ ടൈപ്പ് ഒക്കെ സോൾവ്, ഈ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ ഭാഗവും ഒരു പാരഗ്രാഫിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ പാളിച്ച അസേഷൻ റീസൺ ആയിരുന്നു. അത് ഇങ്ങനെ ഞാൻ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ഒന്ന് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 തെറ്റായിരിക്കും, അങ്ങനെ എൻ്റെ അത് കോൺസെപ്റ്റ് വരാം. പിന്നെ ഇവിടെ വന്നേരം LMRPയിൽ അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് വൈസ് നമ്മളെ ഫുൾ ഇങ്ങനെ നമ്മള് ലിനീസ് സാറോട് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത് ഇനി കാണാറുണ്ടല്ലോ, ഇനി ഇടയ്ക്ക് വരണ്ടല്ലോ ഇവിടെ. ഞാൻ വിചാരിച്ച ഇനി തെറ്റിക്കാൻ പോകുന്ന ബയോളജി ആയിരിക്കുന്ന, പക്ഷേ കാരണം ഫിസിക്സിന് ഫുള്ള് ശരിയാക്കുന്നത് ഉറപ്പാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്തായാലും ഫിസിക്സ് ആയിരുന്നു പോയത്. എന്തായാലും 700 മുകളിൽ നല്ലൊരു മാർക്ക് കിട്ടി. എന്തായാലും വളരെ സന്തോഷം. കുറച്ച് നേരമാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റി. പിന്നെ ഇനി ത്രൂ ഔട്ട് ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ, ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു MBBS ജേണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് പഠിക്കാൻ പോകുന്നത്. അതെന്തായാലും ഗംഭീരമായിരിക്കും ആ യാത്ര. കോളേജ് ലൈഫ് നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ. അപ്പോൾ ഇനി കോഴിക്കോട് തന്നെ ഉണ്ട്, സൈലോ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പം എന്താ പറയുക, ഒരു നല്ലൊരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട്, ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയിട്ട് ഇനി ത്രൂ ഔട്ട് നിനക്ക് എന്താക്കാൻ പറ്റട്ടെ, മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ബെസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഏറ്റവും എക്സാമ്പിൾ അനന്ത് സാറുണ്ട്, ഹാപ്പിനെസ് പ്രൊജക്റ്റുമായിട്ടുണ്ടാകും. കാരണം ഇവിടുത്തെ ഏതൊരു സ്റ്റുഡൻറ്റ് ഉറപ്പായിട്ടും ഇവിടുത്തെ CEO എന്ന അനന്ത് സാറിന് എന്തായാലും എപ്പോഴും അപ്ഡേറ്റ് സാറിന് ഇത് നോക്കും, എല്ലായ്പ്പോഴും നോക്കുന്നതാണ്. സാറ് തന്നെ ഈ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പഠിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും അത് ഭാവിയിൽ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഒരു ഡോക്ടറാണ്, അതുപോലത്തെ ഡോക്ടർ ആവണം. എനിക്കും ഭയങ്കര, എനിക്കല്ല എൻ്റെ ക്ലാസ്സിൽ അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ പറയലുണ്ട്, ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിരിക്കും. കാരണം ഇങ്ങനെയാണ് ഒരു ഡോക്ടർ, ഒരു ടീം ഉണ്ടല്ലോ അല്ലേ, എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും. എന്തായാലും അതുപോലെ സാറെ പോലെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹ്യൂമൻ ബീങ് ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ടും നിർത്താം. ഓക്കെ, താങ്ക് യു.